പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിസ. ആദ്യം തന്നെ റോസിൻ്റെ ടീം അംഗങ്ങൾക്കും ദൈവനാമത്തിൽ കുറേ നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം വീണ്ടും ഒരുക്കി തന്നതിന് വളരെ സന്തോഷം തോന്നിയൊരു പരിപാടിയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം കുറച്ച് തിരക്കുകളും യാത്രകളൊക്കെ ആയിട്ട് ബൈബിൾ റീഡിങ് അങ്ങനെ അത്ര ഭയങ്കര തീക്ഷ്ണതയോട് കൂടിയിട്ട് ഒരുങ്ങി ഒന്നുമല്ല വായിക്കാൻ തിരഞ്ഞെടുത്തത്. എന്നാലും എങ്ങനെയെങ്കിലും വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അവിടെ സ്വീകാര്യതയുണ്ട്, ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യതയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സമയമായിരുന്നു അത്. എൻ്റെ മനസ്സിന് തോന്നിയൊരു സന്തോഷട്ടോ. വലിയ സാക്ഷി എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം കേൾക്കുന്നവർക്ക് തോന്നുമെന്നറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ദിവസങ്ങളായിരുന്നു അത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം വായിക്കാനായിട്ട് ജ്ഞാനമാണ് വായിക്കാൻ ഇഷ്ടമുള്ളൊരു ഭാഗം. കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ കഥ പോലെ വായിക്കും, പിന്നെ കുറേ ഭാഗങ്ങളൊന്നും മനസ്സിലാവില്ലല്ലോ പഴയ നിയമം അങ്ങനെ വായിക്കുന്നത്. അതിങ്ങനെ ഒരു പേരിന് ഇങ്ങനെ അങ്ങോട്ട് വായിച്ച് അവസാനിപ്പിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും ജ്ഞാനം വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു തീക്ഷ്ണതയാണ്. അത് കുറേ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മക്കൾ രണ്ടാളും പരീക്ഷയ്ക്ക് അവരുടെ മെയിൻ പരീക്ഷകൾക്കൊക്കെ ഞാൻ പുത്തമ്പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ജ്ഞാനം അവിടെ വായിക്കും. അപ്പോൾ 16 അധ്യായം വായിച്ച് കഴിയണമല്ലോ, മുഴുമിപ്പിക്കും. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഞാനത് വായിക്കുക. പക്ഷേ അത് നമുക്ക് ഉള്ളുരുകിയിരിക്കുന്ന സമയമാവില്ല, ആ സമയത്ത് തീക്ഷ്ണത കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു അഭിഷേകമാണ് എനിക്കത് വായിക്കുമ്പോൾ എപ്പോഴും തോന്നാറ്. പിന്നെ ഒരു സമയത്തും എൻ്റെ ശ്രദ്ധ അവിടേക്ക് എടുക്കും കൂടി അത് വായിക്കുന്ന സമയത്ത്. എത്ര സ്പീഡിൽ വായിച്ചാലും എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ വായിക്കണേക്ക് വരും. പിന്നെ എനിക്കത് ദൈവം നേരിട്ട് പറയണ പോലത്തെ ഒരു ശബ്ദവും ഒരു ഫീലൊക്കെയാണ് അത് വായിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുക. ആ ജ്ഞാനത്തിൻ്റെ ഭാഗം മാത്രം വായിക്കുമ്പോൾ കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ വായിക്കും. പിന്നെ നമ്മൾ സ്ഥലങ്ങൾ അങ്ങനെ ഓരോന്ന് വായിക്കുമല്ലോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ജ്ഞാനം. അപ്പോൾ എനിക്ക് വായിക്കാനായിട്ട് കിട്ടിയ ഭാഗം ജ്ഞാനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത്. അപ്പോൾ എൻ്റെ അനിയത്തി ലിൻ്റെ അത് സൂമിൽ എൻ്റെ സമയത്ത് തന്നെ അവളും വായിച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു 3 അധ്യായം ഞാൻ പുറകിലാണല്ലോ അവൾ വായിച്ചത്, എൻ്റെ 3 അധ്യായം മുമ്പിൽ വന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര സ്പീഡിലാണ് വായിക്കുക. അതെനിക്ക് ദൈവം നേരിട്ട് പറയണ ഒരു എന്തോ ഒരു ഇതിലാണ് ഞാനത്. പക്ഷേ ശ്രദ്ധ ഒട്ടും പോവുകയും ചെയ്യില്ല, അതുകൊണ്ടാണ് അതങ്ങനെ വായിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് നല്ല സന്തോഷമായി എനിക്ക്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മാർക്കോസ് തങ്കമ്മ ചേച്ചി വായിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ വായിച്ചത്. സ്നാപയോഹന്നാൻ്റെ ഇതിൻ്റെ ഭാഗം, പ്രസംഗത്തിൻ്റെയൊക്കെ ഭാഗം. അപ്പോൾ അതിതുപോലെ തന്നെ 2-3 ദിവസം മുമ്പ് സ്നാപയോഹന്നാൻ്റെ ഫീസ്റ്റ് അല്ലായിരുന്നേ. അപ്പോൾ എൻ്റെ മോൻ്റെ പേര് പള്ളിയിലിട്ടിരിക്കുന്ന പേര് ജോൺ എന്നാണ്. അത് ഞങ്ങൾക്ക് പ്രസവത്തിൻ്റെ തലേ ദിവസം കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇങ്ങനെ വൈകിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും അമ്മയും കൂടിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ. അപ്പോൾ ആ ടെൻഷനിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് മമ്മി ബൈബിളെടുത്തപ്പോൾ കിട്ടിയത് നിനക്കൊരു പുത്രൻ ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നുള്ള ഭാഗം കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ടെൻഷനൊക്കെ റിലീസായി. അപ്പോൾ മമ്മി പറഞ്ഞു അവന് നാളെ ഉണ്ടാവുന്നത് ആൺകുട്ടിയാവും, അവന് ജോൺ എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് സമാധാനമായി. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്ത് 7 മണിയായപ്പോഴേക്കും ഡെലിവറി നടന്നു. അപ്പോൾ അവന് ജോൺ എന്ന് ഞങ്ങൾ പേരിട്ടു. അപ്പോൾ അന്ന് ഞാൻ അവൻ്റെ ഫീസ്റ്റിൻ്റെ അന്ന് അവനെ വിഷ് ചെയ്ത് അവൻ രാവിലെ തന്നെ ചോദിച്ചു എൻ്റെ ഫീസ്റ്റല്ലെന്നൊന്നും പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫീസ്റ്റാണ് വിഷ് ചെയ്ത്. പിന്നെ ആ ബൈബിൾ ഭാഗങ്ങളൊക്കെ സ്നാപയോഹന്നാൻ്റെ ജനനത്തിനെ കുറിച്ചുള്ള ബൈബിൾ വായിക്കുന്നതൊക്കെ അവരോടൊന്നും എടുത്ത് വായിക്കാനൊന്നും പറഞ്ഞാൽ അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് നമ്മുടെ ബൈബിളിൽ നിന്ന് POC ബൈബിളിൽ നിന്ന് ഇത് എടുത്തിട്ട് അവനതൊക്കെ സെൻഡ് ചെയ്ത് വായിക്കാനായിട്ട് ഇട്ടുകൊടുത്ത് എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും സ്നാപയോഹന്നാൻ്റെ ജനനത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ സ്നാപയോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പിന്നെ വായിക്കാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ജനനമല്ല, നമുക്കിപ്പോൾ ഫീസ്റ്റിൻ്റെ സ്നാപയോഹന്നാൻ്റെ ജനനമാണല്ലോ ഫീസ്റ്റായിട്ട് ആഘോഷിക്കണേ മാതാവിൻ്റെയും. പിന്നെ ആരുടെയും സഭയിൽ അങ്ങനെ ആഘോഷിക്കണില്ലല്ലോ, എല്ലാവരുടെയും മരണത്തിരുന്നാളെല്ലാം ആഘോഷിക്കാം. അപ്പോൾ ഞാൻ അത് പിന്നെ വായിക്കാം, എപ്പോഴെങ്കിലും വായിക്കുന്ന ഒഴിവുള്ളപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഒരു 2-3 ദിവസം മുമ്പ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും ആ മാർക്കോസിൻ്റെ ഭാഗം, സ്നാപയോഹന്നാൻ്റെ ആ ഭാഗമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് അതിശയായി അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ. ദൈവം എൻ്റെ മനസ്സിലുള്ള ചെറിയൊരു ഇതുപോലും ഞാനപ്പോൾ അത് വായിക്കണം ഒന്നെടുത്ത് വായിക്കണം എന്ന് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കരുതിയിരിക്കുന്ന സമയമായിരുന്നു. അത് ഭയങ്കര സന്തോഷമായി എനിക്ക്. എൻ്റെ മനസ്സിന് ആ 2 ദിവസത്തെ വായനയും അങ്ങനെ അതുപോലൊരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ചെറിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ
നാമത്തിൽ നമ്മൾ ചെയ്യണത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയ പോലെ തോന്നി. എൻ്റെ ഒരു അനുഭവം കേട്ടോ, സന്തോഷം പങ്കുവെച്ചതാണ് കേട്ടോ. നീണ്ടുപോയാവോ മെസ്സേജ്? അപ്പോൾ ശരി. അപ്പോൾ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും വചനം സൗഖ്യമായും വചന രക്ഷയായും വചന മാംസമായും ഒക്കെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും മനസ്സുകളിലും വീടുകളിലും ഒക്കെ നിറയട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കണം. റോസിന് വീണ്ടും താങ്ക്സ് പറയണം കേട്ടോ. ഓക്കെ.